السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ച് മുഹ്സിനുകളും മുത്തഖികളുമായി ജീവിതം നയിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. ഒരു ഇസ്ലാമിക കുടുംബം എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടത് എന്നതിൻ്റെ ആമുഖമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയത്. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, സ്ത്രീകൾക്ക് ബാധ്യതകളുള്ളതുപോലെ അവകാശങ്ങളുമുണ്ട്. ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തരവാദിത്തങ്ങൾ മാത്രമല്ല, ബാധ്യതകൾ ഉള്ളതുപോലെ അവകാശങ്ങളുമുണ്ട്. സ്ത്രീകളുടെ അവകാശത്തെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു സൂറത്തുൽ ബഖറയിലെ 228-ാമത്തെ ആയത്ത്. അപ്പോൾ ആദ്യം സ്ത്രീകളുടെ അവകാശങ്ങൾ അഥവാ ഭർത്താക്കന്മാരുടെ ബാധ്യതകൾ, ഇതാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഒന്ന്, ഉചിതമായ ഇണയെ കണ്ടെത്തുക എന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും ഗൗരവമുള്ള കാര്യം ഭാര്യയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ്. നാട്ടുനടപ്പനുസരിച്ച് ഒരു പെണ്ണ് കൊണ്ടുവന്നാൽ അവൻ കഷ്ടപ്പെടേണ്ടി വരും. ദീനിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭാര്യ അവൻ തിരഞ്ഞെടുക്കണം. അതേപോലെ ഒരു യുവതിയുടെ ജീവിതത്തിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം യോഗ്യനായ ഒരു ഭർത്താവിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഭൗതികമായ യോഗ്യതയല്ല നമ്മളിവിടെ കണക്കാക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംതൃപ്തി നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് സന്തോഷകരമായ ജീവിതം നൽകുന്ന ഒരു പുരുഷൻ, അതുപോലെ അവരുടെ കുട്ടികളുടെ പിതാവായിരിക്കേണ്ടയാൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെപ്പറ്റി ഒരു ചിന്ത വേണം. അത് ഏതെങ്കിലും നിലക്കൊരു ആലോചന വന്നോട്ടെ. ഭൗതികമായ കാര്യങ്ങളൊക്കെ ഒത്തുവന്നാൽ കാണാൻ കൊള്ളാം, അത്യാവശ്യം സാമ്പത്തിക സുസ്ഥിതി ജോലിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആ വിവാഹത്തിന് സമ്മതിക്കാം എന്നതിനപ്പുറത്ത് അള്ളാഹുവെ ഭയപ്പെടുകയും നരകത്തെ പേടിക്കുകയും ചെയ്യുന്ന ആളുകളെ വരന്മാരായി കിട്ടണമെന്ന ബോധം പെൺകുട്ടികളെ സംബന്ധിച്ചുണ്ടായിരിക്കണം. അവരുടെ രക്ഷിതാക്കൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു യുവാവ് അവരുടെ കുട്ടികളുടെ ഉമ്മയാകാൻ, ഇഹലോകത്തും പരലോകത്തും അവരുടെ പങ്കാളിയാകാൻ യോഗ്യതയുള്ള ഒരു ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ ആ സ്ത്രീ ആരാണ് എന്ന്, എങ്ങനെയുള്ളവളാണ് എന്ന് ദീനിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. ശരീഅത്ത് ഈ വശത്തെക്കുറിച്ച്, അതായത് ഇണയെ തെരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ച് വളരെ ശക്തമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. അത് ഒരു കുടുംബം എന്നുള്ളത് മുസ്ലിം സമൂഹത്തിന്റെ നട്ടെല്ലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹദീസ് എല്ലാവർക്കും അറിയാം. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, തുൻകഹുൽ മർഅതു ലി അർബഈൻ, സ്ത്രീകൾ വിവാഹം ചെയ്യപ്പെടാറുള്ളത് 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ലിമാലിഹ വലി ഹസബിഹ വലി ജമാലിഹ വലി ദീനിഹ, അവരുടെ ധനത്തിന്റെ പേരിൽ, തറവാടിത്തത്തിന്റെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ. ഫൽഫർ ബിദാത്തി ദീൻ, നീ ദീനുള്ളവളെ തെരഞ്ഞെടുക്കണം. തെരിബത്തി യഥാക്ക, നിന്റെ കൈ മണ്ണിൽ പുരണ്ടാലും. അതായത് ജീവിതത്തിൽ നിനക്ക് സാമ്പത്തികമായി
നഷ്ടം സംഭവിച്ചാലും ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ സമ്പത്തിനോ സൗന്ദര്യത്തിനോ തറവാടിത്തത്തിനോ അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. അതൊക്കെ ഉണ്ടായിരിക്കുക എന്നത് നല്ലത് തന്നെ. പക്ഷെ അവിടെ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത സംഗതി എന്താണ്? ദീനാണ്. അതുകൊണ്ട് ദീനിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പുതുതായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കല്യാണമൊക്കെ നടക്കുമ്പോൾ പേര് വരെ അതിൻ്റെ അക്ഷരം വരെ ഒപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ദീന് നോക്കൂല. നിസ്കരിക്കുന്നതോ കള്ളുടിക്കുന്നവനാണോ, പള്ളിയിൽ പോകുന്നവനാണോ, അവൻ്റെ കൂട്ടുകാരെങ്ങനെയുള്ളവരാണ്, ആദർശബോധമുണ്ടോ, ഇതൊന്നും നോക്കൂല. പേരിൻ്റെ ആദ്യത്തെ അക്ഷരം രണ്ടും ഒന്നാണോ, ഇതൊക്കെ നോക്കിയിട്ട് കുഹുവപ്പിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലെ കോടതികളിൽ ഏറ്റവും കൂടുതൽ വ്യവഹാരം നടക്കുന്ന വിഷയമായി കുടുംബ പ്രശ്നങ്ങൾ മാറിയത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിലെ പരാജയമാണ് അതിൻ്റെ മുഖ്യ കാരണം എന്ന് കണ്ടെത്താൻ സാധിക്കും. ഇസ്ലാം ഒരു പുരുഷനോട് മാന്യവും ഉദാത്തവുമായ ഒരു ലക്ഷ്യം ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അതിനാൽ അവനൊരു ഇണയെ അന്വേഷിക്കുകയും അവളെ തെരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നത് കേവലം ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, നേരെമറിച്ച് അവളുടെ തഖ്വയും കുലീനതയും പരിഗണിച്ചുകൊണ്ടായിരിക്കണം. അല്ലാതെ അവളുടെ പണമോ മറ്റു കാര്യങ്ങളോ അല്ല. ദീനും സ്വഭാവവുമാണ് ഒന്നാം സ്ഥാനത്ത് പരിഗണിക്കപ്പെടേണ്ടത് എന്നത് മനസ്സിരുത്തുക. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറൽ മുഗീറത്ത് ബിൻ ശുഅബയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്നൊരു ഹദീസിൽ കാണാം. വഖദ് ഖത്തബ ഇംറഅതൻ ലിയതസവ്വജഹാ, അദ്ദേഹം വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ അന്വേഷിച്ചു. അപ്പൊ നബി പറഞ്ഞു, അൻ യൻളുറ ഇലൈഹാ, നീ അവളെ നോക്കിക്കാണണം. ഫോട്ടോ കണ്ടിട്ടല്ല കല്യാണം തീരുമാനിക്കേണ്ടത്. അങ്ങനെ കല്യാണം തീരുമാനിച്ചാൽ ശരിയാകില്ലെന്നല്ല. അതിന്റെ ഏറ്റവും ശരിയായ രൂപം എന്താണ്? നേരിട്ട് കാണണം. വഖാല ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഗീറയോട് ചോദിച്ചു, നീ ആ പെണ്ണിനെ നോക്കി കണ്ടിട്ടുണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ, ഇല്ല, ഞാൻ കാണാൻ പോയിട്ടില്ല. അന്വേഷണം വന്നു, അഭിപ്രായങ്ങൾ കേട്ടു, അത്രേ ഉള്ളൂ. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, ഉൻളുർ ഇലൈഹാ ഫഇന്നഹു അഹ്റാ അൻ യുഅ്ദമ ബൈനകുമാ, നിങ്ങൾക്കിടയിൽ ഇണക്കം കൊണ്ടുവരാൻ ഏറ്റവും യോജിച്ച നടപടി നേരിൽ കാണുക എന്നതാണ്. അപ്പൊ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പെണ്ണ് കാണുക എന്നത് പ്രത്യേകം കൽപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസ്, ഖതബ റജുലുൻ ഇംറഅതൻ, ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ വിവാഹം അന്വേഷിച്ചു. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വഹാബിയോട് നബി പറഞ്ഞു, ഉൻളുർ ഇലൈഹാ, നീ അവളെ നോക്കിക്കാണണം. ഫഇന്ന ഫീ അയ്യുനിൽ അൻസ്വാരി ശൈഅ, അൻസാറുകളുടെ കണ്ണിൽ ചിലതുണ്ട്. മുഹാജിറുകൾ മക്കയിൽ നിന്ന് വന്നവരാണ്, അൻസാറുകൾ മദീനാവാസികളാണ്. ഇപ്പൊ മക്കയിൽ നിന്ന് വന്ന ഒരാൾ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു നാട്ടിൽ കല്യാണം കഴിക്കുമ്പം അവിടുത്തെ ആളുകളുടെ പ്രകൃതത്തിൽ വ്യത്യാസമുണ്ട്. അതായത് അൻസാരികളുടെ കണ്ണുകൾ പൊതുവെ ചെറിയ കണ്ണാണ്, മക്കക്കാർക്ക് ഇഷ്ടം വലിയ കണ്ണാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കണ്ണിൽ ഒരല്പം ചെറുപ്പമുള്ള ആളെ നിനക്ക് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് കണ്ട് ഇണങ്ങി ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് നീ അവളെ വിവാഹം കഴിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബി വിവാഹാന്വേഷണം നടത്തുന്ന സമയത്ത് നിർദ്ദേശിച്ചതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. തൗഹീദ് നിർബന്ധമാണ്. വലാ തുൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിൻ, മുശ്രിക്കത്തിനെ അവൾ മുഅ്മിനാകുന്നത് വരെ നീ കല്യാണം കഴിക്കരുത്. ഖുബൂരികളെ, ഖബർ പൂജ നടത്തുന്നവരെ, ജാറത്തിൽ പോകുന്നവരെ, മൊയ്തീൻ ശൈഖെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിക്കുന്നവരെ ഒരു കാരണവശാലും വിവാഹം കഴിച്ചുകൂടാ. വല അമത്തും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക, ശിർക്ക് ചെയ്യുന്ന ഒരു പെണ്ണിനേക്കാൾ ഉത്തമം സത്യവിശ്വാസിനിയായ ഒരു അടിമയെ നീ കല്യാണം കഴിക്കുക എന്നതാണ്. വലൗ അഅ്ജബത്കും, ആ മുശ്രിക്കത്തായ പെണ്ണുങ്ങൾ നിങ്ങളെ എങ്ങനെ അത്ഭുതപ്പെടുത്തിയാലും, നല്ല സൗന്ദര്യവും സ്വത്തുമൊക്കെ ഉള്ള പെണ്ണാണെങ്കിൽ പോലും, കല്യാണം കഴിച്ചാൽ ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ പോലും ഒരിക്കലും ശിർക്ക് ചെയ്യുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പാടില്ല. വലാ തുൻകിഹുൽ മുശ്രിക്കീൻ, അതേപോലെ നിങ്ങളുടെ പെൺകുട്ടികളെ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, ഖബർ പൂജ നടത്തുന്ന ആളുകൾക്ക്, വിഗ്രഹാരാധന നടത്തുന്ന ആളുകൾക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കരുത്. ഹത്താ യുഅ്മിനു, അവർ മുഅ്മിനാകുന്നത് വരെ. വലാ അബ്ദു മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്, നിങ്ങളുടെ മകൾക്ക് ഒരു അടിമ ഇണയായി ഉണ്ടായിരിക്കുക എന്നതാണ് ഒരു മുശ്രിക്കിനെ അവൾ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത്. വലൗ അഅ്ജബക്കും, അയാൾ നിങ്ങളെ വിസ്മയിപ്പിച്ചാലും, എത്രമാത്രം ക്വാളിറ്റി ദുനിയവിയായിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതിയാലും ശരി. സൂറത്തുൽ ബഖറയിലെ 221 ആയത്ത്. അപ്പൊ കല്യാണാലോചനയിൽ ആദ്യം അവസാനവും പരിഗണിക്കേണ്ട വിഷയം ആദർശമാണ്. ചിലർ ഞാൻ കുറേ നോക്കി, ആദർശമുള്ളവരെ കിട്ടുമോ, തൗഹീദുള്ളവരെ കിട്ടുമോ, അവസാനം ഞാൻ ഒരു ഖബർ പൂജകന്റെ വീട്ടിൽ നിന്ന് കിട്ടി. പെണ്ണ് തൗഹീദുള്ളവരാണെങ്കിലൊക്കെ നന്നായി ഈ വിഷയം ശ്രദ്ധിക്കണം. ജാബിർ ബിൻ അബ്ദുല്ല പറഞ്ഞു, തസവജത് ഇംറഅത്തുൻ
അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫലഖീതു റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഞാൻ റസൂലുള്ളാഹിയുടെ കാലത്ത് ഒരു പെണ്ണ് കെട്ടി. ഞാൻ അങ്ങനെ നബിയെ കണ്ടു. ഫഖാല, അപ്പൊ അദ്ദേഹം ചോദിച്ചു, അത്തസവ്വജ്ത യാ ജാബിർ, ജാബിർ നീ കല്യാണം കഴിച്ചല്ലോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചുവോ? ഖുൽതു, ഞാൻ പറഞ്ഞു അതെ. ഖാല, അദ്ദേഹം ചോദിച്ചു, അബിഖ്റൻ അം സയ്യിബൻ, നീ കന്യകയാണോ വിവാഹം കഴിച്ചത്, വിധവയാണോ? ഖുൽതു, ഞാൻ പറഞ്ഞു സയ്യിബൻ, ഞാനൊരു വിധവയാണ് കല്യാണം കഴിച്ചത്. ഖാല, നബി പറഞ്ഞു, ഫഹല്ലാ ബിഖ്റൻ തുലായിബുഹ, നിനക്ക് സല്ലപിക്കാൻ നല്ലത് ഒരു കന്യകയെ കല്യാണം കഴിക്കുക എന്നതായിരുന്നില്ലേ? ഖുൽതു, ഞാൻ ചോദിച്ചു, കുന്നലി അഖവ, ഞാൻ പറഞ്ഞു കുന്നലി അഖവാത്ത്, എനിക്ക് കുറച്ച് പെങ്ങന്മാരുണ്ട്. ഫഖശീതു അൻ തദ്ഖുല ബൈനി വ ബൈനഹുൻ, ഞാനൊരു കന്യകയെ കൊണ്ടുവന്നാൽ അവൾക്കും അവർക്കുമിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഖാല ഫദാക ഇദൻ, അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി വിവാഹം കഴിക്കുന്ന യുവാക്കളെ കന്യകമാരെ വിവാഹം കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് പരിഗണിക്കാവുന്ന വിഷയമാണ് എന്നർത്ഥം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, അലൈക്കും ബിൽ അബ്കാർ, നിങ്ങൾ കന്യകമാരെ തെരഞ്ഞെടുക്കണം. ഫഇന്നഹുന്ന അഅദബു അഫ്വാഹൻ വഅൻതഖു അർഹാമൻ വഅർലാ ബിൽ യസീർ, അവർ നിങ്ങളോട് ഏറ്റവും നന്നായി സംഭാഷണം നടത്തുന്നവർ, നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നവരും, അതേപോലെ ഫലഭൂയിഷ്ടമായ ഗർഭാശയങ്ങളുള്ളവർ, ധാരാളം കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്നവരും, അതേപോലെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടുപോലും നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുന്നവരുമാണവർ. അതുകൊണ്ട് നിങ്ങൾ കന്യകമാരെ വിവാഹം കഴിക്കുന്നതിന് മുൻഗണന കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അതാകും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജു, ദീന് കൊണ്ടും സ്വഭാവം കൊണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തൻ വിവാഹം അന്വേഷിച്ച് നിങ്ങളുടെ അരികിലെത്തിയാൽ നിങ്ങളുടെ മകളെ നിങ്ങൾ അവന് വിവാഹം കഴിച്ചു കൊടുക്കണം. വഇല്ലം തഫ്അലു, ദീനുള്ള ഒരാളുടെ ആലോചന നിങ്ങൾ തിരസ്കരിച്ചാൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ, ദുനിയാവില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ തിരസ്കരിച്ചാൽ അത് ഭൂമിയിൽ കുഴപ്പമുണ്ടാകാനും വലിയ ഫസാദ് ഉണ്ടാകാനും ഫിത്നയുണ്ടാകാനും അത് കാരണമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, അദ്ദുനിയ മതാ, ദുനിയാവ് ഒരു വിഭവമാണ്. വഖൈറു മതാഇഹൽ മർഅത്തു സ്വാലിഹ, അതിലേറ്റവും മികച്ച വിഭവം എന്ന് പറയുന്നത് ഉത്തമ പത്നി, ഒരു നല്ല ഭാര്യയാണ്. അതുകൊണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ദീനുള്ള ഒരാളെ, തനിക്ക് ഇണങ്ങാവുന്ന ഒരാളെ, പറ്റുമെങ്കിൽ കന്യകയായിട്ടുള്ള ഒരാളെ, കണ്ണിനിണങ്ങുന്ന ഒരാളെ കണ്ടെത്താനും കല്യാണം കഴിക്കാനും ശ്രമിക്കണം എന്നുള്ളതാണ് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ. ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം ഒരു ഉത്തമ പത്നിയാണ്, അൽ മർഅത്തു സ്വാലിഹ, നല്ല ഒരു സ്ത്രീയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ സ്വന്തമാക്കുന്ന സന്തോഷിക്കുന്ന സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മോട് ഇണങ്ങിച്ചേരുന്ന ദീനുള്ള, നമ്മുടെ ഈമാനിൽ സഹായിക്കുന്ന ഉത്തമമായ ഒരു ഭാര്യയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, അർബഉ മിന സഅദ, 4 കാര്യങ്ങൾ ഭാഗ്യമാണ്. ദുനിയാവിലെ ഭാഗ്യത്തെ അളക്കാവുന്ന 4 മാനദണ്ഡങ്ങളുണ്ട്. 1 അൽ മർഅത്തു സ്വാലിഹ, ഉത്തമ പത്നി. 2 വൽ മസ്കനുൽ വാസിർ, വിശാലതയുള്ള ഒരു വീട്. വൽ ജാറു സ്വാലിഹ്, നല്ല ഒരു അയൽവാസി. വൽ മർക്കബുൽ ഹനീ, നമുക്ക് ഇണങ്ങുന്ന ഒരു വാഹനം, പണി മുടക്കാത്ത ഒരു വാഹനം. ഇത് ദുനിയാവിൽ അള്ളാഹു ആർക്കെങ്കിലും ഭാഗ്യം കൊടുത്താൽ കൊടുക്കുന്ന 4 കാര്യങ്ങളാണ്. 1 നല്ലൊരു സ്വാലിഹത്തായ ഭാര്യ. 2 വിശാലതയുള്ള വീട്. വിശാലതയുള്ള വീട് എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ വിശദീകരിച്ചാണ്. അതിന്റെ അർത്ഥം വലിയ വീട് എന്നല്ല, ആ വീട്ടിനകത്ത് നമുക്ക് ചെന്നിരിക്കാൻ തക്കവണ്ണമുള്ള വിശാലമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. നല്ല അയൽവാസി, ഒരാൾക്ക് നല്ല അയൽവാസി ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ദുനിയാവിൽ തരുന്നൊരു ഭാഗ്യമാണ്. ചിലർക്ക് ആ ഭാഗ്യം ഉണ്ടാവില്ല, ചിലർക്ക് അള്ളാഹു ഭാഗ്യം തരും. മറ്റൊന്ന് വൽ മർക്കബുൽ ഹനീ, ഇണങ്ങുന്ന ഒരു വാഹനം. വഅർബഉ മിന ശഖാ, 4 കാര്യങ്ങൾ ദൗർഭാഗ്യമാണ്. ദുനിയാവിൽ 4 കാര്യങ്ങളുണ്ടെങ്കിൽ അള്ളാഹു ദുനിയാവിൽ നമുക്ക് 4 ഭാഗ്യങ്ങൾ തന്നിട്ടില്ല എന്നർത്ഥം. എന്തൊക്കെയാണ്? 1 അൽ മർഅത്തു സൂ, ഒരു മോശം ഭാര്യ, ഒരു ചീത്ത ഭാര്യ അയാൾക്ക് ഭാഗ്യമല്ല എന്നതിന്റെ അർത്ഥം. അള്ളാഹു ഭാഗ്യം കൊടുത്തിട്ടില്ല. വൽ മർക്കബു സൂ, മോശമായ ഒരു വാഹനം. അൽ ജാറു സൂ, അതേപോലെ തന്നെ ഒരു ചീത്ത അയൽവാസി. അൽ മസ്കനുൽ ലയ്യിഖ്, ഹൃദയത്തിന് കുടുസത അനുഭവപ്പെടുന്ന ഒരു വീട്, നമുക്ക് ചെന്നിരിക്കാൻ മാനസികമായി തയ്യാറില്ലാത്തൊരു വീട്, കുടുസായ വീട്. ഇത് നിങ്ങളുടെ 4 ദൗർഭാഗ്യങ്ങളാണ്. ഭൗതികമായി 4 ദൗർഭാഗ്യങ്ങളും 4 ഭാഗ്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സ്വഹീഹിലും ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലമ്മാ നസല ഫിൽ ഫില്ലത്തി വദ്ദഹബി
മാനസൽ, അതായത് വെള്ളിയിലും സ്വർണത്തിലും ഇറങ്ങേണ്ടതെല്ലാം ഇറങ്ങിയപ്പോൾ ഖാലു, അവർ ചോദിച്ചു, ഫഅയ്യൽ മാലി നത്തഖിദ്, ഏത് ധനമാണ് ഞങ്ങൾ എടുക്കേണ്ടത്? സ്വർണത്തിന് അതിൻ്റെതായ ചില മൂല്യമുണ്ട്, വെള്ളിക്ക് അതിൻ്റെതായ മൂല്യമുണ്ട്. ഇത് രണ്ടും വരുമ്പോൾ ഞങ്ങൾ ഏതാണ് സ്വീകരിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ലിയത്തഖിദ് അഹദുക്കും ഖൽബൻ ഷാക്കിറ, നിങ്ങളിൽ ഓരോരുത്തരും സ്വീകരിക്കേണ്ടത് നന്ദിയുള്ള ഒരു ഹൃദയം, വലിസാനൻ ദാക്കിറ, ദിക്റുള്ള നാവ്, വസൗജതൻ മുഅ്മിനതൻ തുഈനു അഹദകും അലാ അംറിൽ ആഖിറ, പരലോകത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു സത്യവിശ്വാസിനിയായ ഭാര്യ. അപ്പൊ നമുക്ക് സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും തെരഞ്ഞെടുക്കാൻ മൂല്യവത്തായ വസ്തുവായി അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒന്ന് നന്ദി കാണിക്കുന്ന ഹൃദയമാണ്, 2 ദിക്റുള്ള നാവാണ്, 3 പരലോകത്തിന്റെ കാര്യത്തിൽ നമ്മെ സഹായിക്കുന്ന ഭാര്യ. സ്വഹാബികൾ ജോലിക്ക് പോകുമ്പോൾ അവരുടെ ഭാര്യമാര് പറയാറുണ്ട് എന്നാണ്, ഇത്തഖില്ലാഹ ഫീന, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഞങ്ങളെ ലാ തുത്ഇംന ഇല്ലാ ബിൽ ഹലാൽ, ഹലാൽ അല്ലാതെ ഞങ്ങളെ ഭക്ഷിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി കഴിഞ്ഞ് ഹറാമായ സമ്പാദ്യവുമായി വീട്ടിലേക്ക് കയറി വരരുത്. കാരണം എന്താണ്? ഇന്നാ നസ്ബിറുൽ ജൂ വലാ നസ്ബിറുൻ നാർ, വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ നരകത്തെ പേടിക്കുകയും നരകത്തെ പേടിക്കാൻ ഭർത്താവിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പത്നി, ഇത് നമുക്ക് സ്വർണത്തെക്കാൾ വെള്ളിയേക്കാൾ മൂല്യമുള്ള വസ്തുവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇബ്നു മാജയുടെ സുനനിലും അതേപോലെ തന്നെ ഇമാം അഹ്മദിന്റെ മുസ്നദിലും തിർമിദിയുടെ സുനനിലും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മിഅഖൽ ഇബ്നു യസാർ അദ്ദേഹം പറഞ്ഞു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ തസവ്വജുൽ വദൂദൽ വലൂദ്, ധാരാളമായി പ്രസവിക്കുന്ന നന്നായി സ്നേഹിക്കാൻ കഴിയുന്ന സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കുക. ഫഇന്നി മകാസിറും ബികുമുൽ ഉമം, ഞാനാണ് സമുദായങ്ങളിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുമായി പരലോകത്ത് വരിക. അപ്പോൾ ധാരാളം മക്കളുണ്ടാകണം എന്ന് ഓരോ കല്യാണവേളയിലും പുരുഷന്മാർ ചിന്തിക്കണം. 1 മതി, അല്ലെങ്കിൽ 2 മതി. എങ്ങനെ കുട്ടികളുടെ എണ്ണത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്, ഫാമിലി പ്ലാനിങ്, അത് സത്യവിശ്വാസികൾക്ക് ഭൂഷണമല്ല. അള്ളാഹു തരുമ്പ് സ്വീകരിക്കാം. എനിക്കിപ്പം വേണ്ട 10 കൊല്ലം കഴിയട്ടെ, 5 കൊല്ലം കഴിയട്ടെ, ചിലപ്പോൾ ആ സമയത്ത് കിട്ടിയില്ലെന്ന് വരും. അള്ളാഹു കുഞ്ഞിനെ തരുമ്പോൾ സ്വീകരിക്കണം, ധാരാളമായ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കണം. വിവാഹ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഈ വിഷയവും പഠിപ്പിക്കപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ, കല്യാണ സമയത്തുള്ള ഒരു ചീത്തയായ തെരഞ്ഞെടുപ്പ്, തെറ്റായ ഒരു തെരഞ്ഞെടുപ്പ്, അത് തലാഖിലേക്കും മോശമായ കുടുംബജീവിതത്തിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ടതില്ല. നമ്മുടെ ചുറ്റുപാടിന്റെ അനുഭവങ്ങളാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള വിഷയമാണ്. ഷുഐബ് അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ബിനതയ്യ ഹാതൈൻ, ഞാൻ നിനക്ക് മൂസാ റസൂലുള്ളാഹി അലൈഹി സ്വലാം ഷുഐബ് അലൈഹി സ്വലാം പറയാം, ഞാൻ നിനക്ക് എന്റെ 2 പെൺമക്കളിൽ ഒരാളെ വിവാഹം കഴിപ്പിച്ചു തരണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അലാ അൻ തഅ്ജുറനി 8 ഹിജജിൻ, നീ 8 വർഷക്കാലം എനിക്ക് വേണ്ടി കൂലിപ്പണിയെടുക്കണം, അതിനെ മഹറായി സ്വീകരിച്ചുകൊണ്ട് എന്റെ ഒരു മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഫൈൻ അത്മംത അശറൻ, നീ 10 വർഷം പൂർത്തിയാക്കുകയാണെങ്കിൽ ഫമിൻ ഇന്ദിക്, അത് നിന്റെ അരികിൽ നിന്ന് എനിക്കുള്ള ഒരു ഔദാര്യമാണ്. വമാ ഉരീദു അൻ അശുഖ അലൈക്, നിനക്ക് പ്രയാസമുണ്ടാക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ, തീർച്ചയായിട്ടും എന്താണ്, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് നിനക്ക് എന്നെ കാണാൻ പറ്റും. കണ്ടോ, മൂസാ റസൂലുള്ളാഹി അലൈഹി സ്വലാമയുടെ ഖുവ്വത്തും അതേപോലെ തന്നെ അമാനത്തും അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയും ശക്തിയും കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷുഐബ് അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിക്കുമ്പോൾ ദീന് ശ്രദ്ധിക്കുന്നതിന്റെ ഒരു മാതൃക ഖുർആൻ 28-ാമത്തെ സൂറത്തുൽ ഖസസിലെ 27-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചു. ഇതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി ഒരു അധ്യായത്തിന് തലക്കെട്ട് കൊടുത്തത് തന്നെ അറളുൽ ഇൻസാനി ഇബ്നതഹു ഔ ഉഖ്തഹു അലാ അഹ്ലിൽ ഖൈർ, ഒരു മനുഷ്യൻ തന്റെ പെൺമകളെ, തന്റെ പെൺകുട്ടിയെ, തന്റെ മകളെ അല്ലെങ്കിൽ തന്റെ സഹോദരിയെ നല്ല മനുഷ്യർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുക. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ആളോട് ആവശ്യപ്പെടുക, നല്ല ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് മകളെ കല്യാണം കഴിപ്പിക്കുക അല്ലെങ്കിൽ പെങ്ങളെ കല്യാണം കഴിപ്പിക്കുക എന്നൊരു അധ്യായം തന്നെയുണ്ട് സ്വഹീഹുൽ ബുഖാരി. അതിൽ പ്രസിദ്ധമായൊരു സംഭവമുണ്ട്. അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹീന തഅയ്യമത് ഹഫ്സത്തു ബിൻത് ഉമർ, ഉമർ റളിയല്ലാഹു അൻഹ മകൾ ഹഫ്സ ബീവി വിധവയായപ്പോൾ മിൻ ഖുനൈസ് ഇബ്നി ഹുദാഫത്തു സഹമി, അവരുടെ ആദ്യത്തെ ഭർത്താവ് ഖുനൈസാൻ, അവരിൽ നിന്ന് വിധവയായ സമയത്ത്
കാന മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതൂഫിയ ബിൽ മദീന ഫഖാല ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, സ്വഹാബിയായ ഹുനൈസ് മദീനയിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ തന്റെ മകളായ ഉനൈസിന്റെ പത്നിയായിരുന്ന ഹഫ്സ ബീവിക്ക് വേണ്ടി നബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു എടുത്ത തീരുമാനം, അത്തൈതു ഉസ്മാന ഫഅറൽതു അലൈഹി ഹഫ്സ, ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ചെന്നു, ഞാൻ ഹഫ്സ ബീവിയെ കാണിച്ചു, അല്ലെങ്കിൽ ഹഫ്സ ബീവിയെ കുറിച്ച് സംസാരിച്ചു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, സഅൻദുർ ഫി അംരി, എന്റെ കാര്യത്തിൽ എനിക്കൊരല്പം സാവകാശം തരണം, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഫലബിസ്തു ലയാലി, എന്റെ ഏതാനും ദിവസങ്ങൾ ഞാൻ കഴിച്ചുകൂട്ടി. സുമ്മ ലഖിയനി, പിന്നെ അദ്ദേഹം എന്നെ കണ്ടു. ഫഖാല, അപ്പോൾ പറഞ്ഞു, ഖദ് ബദാലി അല്ലാ അതസവ്വജ യൗമി ഹാദാ, ഇപ്പോൾ ഒരു കല്യാണം കഴിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് നിരസിച്ചു. ഖാല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫലഖീതു അബൂബക്കറിൻ സിദ്ദീഖ്, ഞാൻ അബൂബക്കർ സിദ്ദീഖിനെ കണ്ടു. ഫഖുൽതു ലഹു, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇൻ ശിഅത സവ്വജ്തുക ഹഫ്സത ബിൻത ഉമർ, താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഉമറിന്റെ മകൾ ഹഫ്സയെ താങ്കൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തരട്ടെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖിനോട് നേരിട്ട് ചോദിച്ചു. ഫസ്വമത അബൂബക്കർ, അദ്ദേഹം മിണ്ടാതിരുന്നു, മൗനം വരിച്ചു. ഫലം യർജി ഇലൈയ ശൈഅ, പിന്നെ എന്റെ അരികിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്നും പറയുന്നില്ല, യോജിപ്പുണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഫലബിസ്തു ലയാലി, ഏതാനും ദിവസങ്ങൾ ഞാൻ കഴിച്ചുകൂട്ടി. സുമ്മ ഖതബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് റസൂലുള്ള അവളെ വിവാഹം അന്വേഷിച്ചെത്തി. ഫഅൻകഹ്തുഹാ ഇയ്യ, ഞാൻ അവളെ അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുത്തു. ഫലഖിയനി അബൂബക്കർ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ ബീവിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് എന്നെ കണ്ടു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ലഅല്ലക വജദ്ത അലയ്യ ഹീന അറൽതു അലയ്യ ഹഫ്സ അറൽത അലയ്യ ഹഫ്സ ഫലം അർജി ഇലൈക ഫീമാ അറൽതു അലയ്യ ഇല്ല അന്നി കുൻതു അലിംതു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറഹ. കല്യാണം കഴിഞ്ഞപ്പോഴാണ് അബൂബക്കർ പറയുന്നത്, ഞാൻ മറുപടി പറയാതെ എന്നത് മറ്റൊന്നും കൊണ്ടല്ല, നീ നിന്റെ മകളെ എനിക്ക് വേണ്ടി കല്യാണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഞാൻ വേണ്ടെന്ന് വെച്ചത് അവരെ വിവാഹം കഴിക്കണം എന്നതിനെക്കുറിച്ച് നബി സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പൊ നബിക്ക് ആഗ്രഹമുണ്ട് എന്നതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാണ്, അല്ലാതെ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇനി അദ്ദേഹം ഇത്രയും കൂടി പറയുന്നുണ്ട്, വലൗ തറകഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖബിൽതുഹാ, റസൂലുള്ളാഹി അവളെ വിവാഹം കഴിക്കുന്നില്ല എങ്കിൽ താങ്കളുടെ മകളെ ഞാൻ വിവാഹം കഴിച്ചേനെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസാണ്. കണ്ടോ, തന്റെ മകൾക്ക് ഒരു നല്ല ഭർത്താവിനെ കിട്ടാൻ, യോഗ്യനായ നല്ല ദീനുള്ള ഒരു ഭർത്താവിനെ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഹാബിയെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മുടെ മുന്നിലൂടെ ചരിത്രം വരച്ചു കാണിക്കുകയാണ്. കല്യാണാലോചന എന്ന് പറയുന്നത് അതിനും ചില നിയമങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുൻകഹുൽ അയ്യിമു ഹത്താ തുസ്തഅമർ വലാ തുൻകഹുൽ ബിക്റു ഹത്താ തുസ്തഅദൻ. ഒരു വിധവയെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവളുമായി കൂടിയാലോചിക്കുക തന്നെ വേണം, അതുവരെ പാടില്ല. അവൾ വാക്കാൽ കൃത്യമായിട്ട് ഞാൻ ഈ വിവാഹത്തോട് യോജിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ആ കല്യാണം തീരുമാനമെടുക്കാൻ പാടുള്ളൂ. കന്യകയാണെങ്കിൽ അവളോട് സമ്മതം ചോദിക്കണം. പാപ്പമാരെ രക്ഷിതാക്കൾ നേരിട്ട് വിവാഹം മക്കളെ അടിച്ചേൽപ്പിക്കുകയല്ല, അയാളുടെ യോഗ്യതകളും മറ്റുമൊക്കെ അവളെ മനസ്സിലാക്കി കൊടുത്ത് അവൾക്ക് കൂടി ഇണങ്ങുന്നുവെങ്കിൽ മാത്രമേ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആലോചിക്കണം. ഖാലു യാ റസൂലല്ലാഹ് കൈഫ ഇദ്നുഹാ, ഒരു കന്യകയുടെ സമ്മതം എങ്ങനെ അറിയാൻ പറ്റും റസൂലെ? ഖാല, അദ്ദേഹം പറഞ്ഞു, അൻ തസ്കുത്, നിങ്ങളൊരു വിവാഹ ആലോചന അവളുടെ മുന്നിൽ വെക്കുമ്പോൾ അവൾ മിണ്ടാതിരുന്നാൽ അതിനാൽ ആ മൗനത്തെ നിങ്ങൾക്ക് സമ്മതമായി കണക്കാക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. കന്യകയുടെ നേരെ മറിച്ച് വിധവയാണെങ്കിൽ, ഒരു വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു പോവുകയോ തലാഖ് ചെയ്യുകയോ ചെയ്തിട്ടുള്ള പെണ്ണാണ് എങ്കിൽ അവളുടെ മൗനം സമ്മതം പോരാ. അവൾ വാക്കാൽ കൃത്യമായി അവളോട് കൂടി ആലോചിച്ച് വ്യക്തമായി അവൾ അംഗീകരിച്ചുവെങ്കിൽ മാത്രമേ മറ്റൊരു വിവാഹം അവളെ ചുമത്താവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും കാണാൻ സാധിക്കും. ഇനി കുടുംബത്തിൽ ഭർത്താവിനും ഭാര്യയ്ക്കും ഉത്തരവാദിത്തമുണ്ട്. ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. നമുക്ക് എല്ലാവർക്കും ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങളാണ് അറിയേണ്ടത്. നിങ്ങളെന്താ ഭാര്യമാരുടെ കടമകൾ പറയാത്തത്? ഇതാണ് എല്ലാവരും ചോദിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. ഭർത്താവിന്റെ ഉത്തരവാദിത്തം കൃത്യമായി പഠിക്കണം. അപ്പൊ ചില ആളുകൾ ചിന്തിക്കും, ഞാൻ അത്യാവശ്യം പ്രായവും പക്വതയൊക്കെ ആയില്ലേ, 2, 3, 4, 5 കുട്ടികളൊക്കെ ആയില്ലേ, ഇനി എനിക്കിപ്പോൾ ഇത് പഠിപ്പിച്ചേരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ നേരത്തും ഒരു ദിവസമല്ല, ഒന്നിലേറെ ദിവസങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞു, ഇസ്തൗസൂ ബിൻ നിസാഇ ഖൈറാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ വസിയത്ത്, നല്ല വസിയത്തിനെ ചോദിച്ചു വാങ്ങണം.
ഉപദേശം ചോദിച്ചു പഠിക്കണം. ഇപ്പൊ ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം, ഭാര്യമാർക്ക് ഞാൻ എന്തെല്ലാം അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം, അവർക്ക് നമ്മളോട് എന്തെല്ലാം അവകാശപ്പെടാൻ പറ്റും, ഇത് ചോദിച്ചു പഠിക്കണം. അറിവുള്ളവരുടെ അരികിൽ ചെന്ന് ഇത് ചോദിച്ചു പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ആവർത്തി ആഹ്വാനം ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതാദ്യം പഠിക്കണം. ഒന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, അവൻ കാരുണ്യവും സൗമ്യ സ്വഭാവവും സ്വീകരിക്കണം. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ആദ്യം കിട്ടേണ്ടത് സൗമ്യമായ ഒരു പെരുമാറ്റമാണ്, കർക്കശമായ പെരുമാറ്റമല്ല. നമ്മൾ ഭർത്താവിന് നമ്മളൊരു പര്യായം തന്നെ കൊടുത്തിരിക്കുന്നു, കർക്കശക്കാരൻ. അല്ലെങ്കിൽ പോകാൻ ഭർത്താവല്ലേ, പെങ്കോന്തനാണ്. ഒരു പെണ്ണിനോട് സല്ലപിച്ചാൽ, അവളോട് സ്നേഹിച്ചാൽ, അവളോട് നല്ല വർത്താനം പറഞ്ഞാൽ പിന്നെ അവനെ നമ്മൾ ഹെൻപക്കടെന്ന് വിളിക്കും, പെൺകോന്തൻ എന്ന് വിളിക്കും. പാടില്ല. കാരണം എന്താണ്? അങ്ങനെയാണ് വേണ്ടത്. ഭാര്യയോട് സല്ലപിക്കുകയും അവൾക്ക് സന്തോഷം നൽകുകയും അവളോട് കാരുണ്യത്തിൽ വർത്തിക്കുകയും സൗമ്യമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കണം. കഠിന സ്വഭാവങ്ങളോ പ്രാകൃത ഭാവങ്ങളോ ഒരിക്കലും തന്റെ ഭാര്യയുടെ മേൽ ഒരു ഭർത്താവ് സ്വീകരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലിഹി. തന്റെ ഭാര്യയോട് നന്നായി വർത്തിക്കുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവൻ. ഒരാൾക്ക് നല്ലവൻ എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഭാര്യ അയാളെക്കുറിച്ച് നല്ലവൻ എന്ന് അംഗീകരിച്ചെങ്കിൽ മാത്രമാണ്. അപ്പൊ ഭാര്യക്കറിയാം ഒരു ഭർത്താവ് കൊള്ളാവുന്നവനാണോ അല്ലാത്തവനാണോ. നാട്ടുകാരുടെ മുന്നിൽ നല്ലവനായി അഭിനയിക്കാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ നല്ലവൻ ആരാണ്? ഭാര്യയുടെ അരികിൽ നല്ലവനായിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ സൗമ്യത കൊണ്ടും കാരുണ്യം കൊണ്ടും ഒരു ഉത്തമ ഭർത്താവായിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നത് ഒന്നാമത്തെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇസ്തൗസു ബിൻ നിസാഇ ഖൈറാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ നന്മയെ വസിയത്തായി സ്വീകരിക്കണം, നിങ്ങൾ ഉപദേശം ചോദിച്ചു പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന അവരുടെ സ്വഹീഹുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഉത്തമ പെരുമാറ്റങ്ങൾക്കായി അള്ളാഹു നമുക്ക് കാരുണ്യമായും ഓശാരമായും നൽകിയ 2 ഗുണങ്ങളുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അസ്വാജിക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ സമാധാനമടയാൻ വേണ്ടി ഇണങ്ങളെ സൃഷ്ടിച്ചു തന്നു എന്ന് പറയുന്നിടത്ത് സൂറത്തു റൂമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധവും കാരുണ്യവും നിശ്ചയിച്ചു. 2 കാര്യങ്ങൾ. 1 സ്നേഹബന്ധം, 2 കാരുണ്യം. അതായത് ഭർത്താവും ഭാര്യയും ഐക്യത്തിലിരിക്കുമ്പോൾ, ഇണക്കത്തിലായിരിക്കുമ്പോൾ. അങ്ങനെ ഞാൻ പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഭാര്യയും ഭർത്താവും എപ്പോഴും ഐക്യത്തിലും ഇണക്കത്തിലല്ലേ? ആണോ? അങ്ങനെയാണോ? എത്ര വലിയ ഉത്തമ പൗരന്മാരാണെങ്കിൽ പോലും ഭാര്യയും ഭർത്താവും പിണങ്ങുന്ന ഒരുപാട് സമയം ഉണ്ടാവും. ദുനിയാവിലാണ് നമ്മളുള്ളത്, സംഭവിക്കാം. അപ്പം ഇണക്കത്തിലായിരിക്കുന്ന സമയത്ത് ആ ഇണക്കത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു വികാരമാണ് മവദ്ദത്ത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണക്കത്തിലായിരിക്കുമ്പോൾ ആ ഇണക്കത്തെ നിലനിർത്തുകയും വികസിപ്പിക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന അള്ളാഹു നൽകിയ ഒരു ഗുണമാണ് പ്രേമം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മരം ചുറ്റി നടക്കുന്നതിനല്ല പ്രേമം എന്ന് പറയാം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പരസ്പരം കാണിക്കുന്ന സ്നേഹസല്ലാപങ്ങൾക്കാണ് പ്രേമം എന്ന് പറയുക. കല്യാണത്തിന് ശേഷമാണ് പ്രേമം. കല്യാണത്തിന് മുമ്പുള്ള പ്രേമം വ്യഭിചാരമാണ്. അത് സമൂഹം മുഴുവൻ അംഗീകരിച്ചൊരു കാര്യമല്ല, അള്ളാഹു അംഗീകരിക്കണം. ഗൗരവമുള്ള വിഷയമാണ്. ഇനി അതേസമയം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി, പിണക്കമുണ്ടായി, തർക്കങ്ങളുണ്ടായി, കിടപ്പറയിൽ തിരിഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരം സന്ദർഭങ്ങളിൽ അവരെ വീണ്ടും ഇണക്കിക്കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള സമ്മാനമാണ് റഹ്മത്ത്. സ്നേഹത്തോടുകൂടെ ഇരിക്കുമ്പോൾ, സന്തോഷത്തോടുകൂടെ ഐക്യത്തോടുകൂടെ ഇരിക്കുമ്പോൾ അവരുടെ ഐക്യത്തെ ഊഷ്മളമാക്കുവാൻ വേണ്ടി, അതിനെ സ്നിഗ്ധമാക്കുവാൻ വേണ്ടി അള്ളാഹു നൽകിയ ഔദാര്യമാണ് പ്രേമം, മവദ്ദത്ത്, സ്നേഹബന്ധം. പിണങ്ങുകയോ അകലമുണ്ടാവുകയോ ചെയ്യുമ്പോൾ അത് പിണങ്ങി പൊട്ടിപ്പോകാതെ വീണ്ടും തിരിച്ചു വരാനും കൂടുതൽ ഇണക്കത്തിലേക്ക് വരാനും അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് റഹ്മത്ത്. ഇത് അള്ളാഹു എടുത്തു പറഞ്ഞു. ഇത് 2 അള്ളാഹു തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അള്ളാഹിനെ കുറ്റം പറയാം. പക്ഷെ ഇത് 2 അള്ളാഹു തന്നു കഴിഞ്ഞു. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. നിങ്ങളുടെ മനസ്സുകൾ, നിങ്ങൾക്ക് അള്ളാഹു സ്നേഹബന്ധവും കാരുണ്യവും നിശ്ചയിച്ചു എന്ന് കൃത്യമായി പഠിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ കല്യാണം ഒരു ഇബാദത്താണ്, ദീനാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി, ഒരാൾ കല്യാണം കഴിച്ചാൽ അയാൾ ദീനിന്റെ പകുതിയാണ് പൂർത്തിയാക്കിയത്. ബാക്കി പകുതിയിൽ അള്ളാഹുവിനെ അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഭർത്താവിന്റെ ഭാര്യയോടുള്ള കടമകൾ എന്ന് പറയുന്നത് കിതാബിൽ എഴുതപ്പെട്ട കേവലം നിയമങ്ങൾ മാത്രമല്ല. ഭാര്യയോടുള്ള കടമകൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് പഠിച്ച് അത് നടപ്പാക്കുക എന്നുള്ളത് വിശ്വാസാധിഷ്ഠിതമായ ഒരു പ്രേരണയിൽ നിന്ന് സ്വാഭാവികമായും സംഭവിക്കേണ്ട നിർബന്ധമായ ഒരു കർത്തവ്യമാണ്. കിതാബിൽ എഴുതി വെച്ച കേവലം നിയമങ്ങൾ മാത്രമായിട്ട് ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് ഇത്ര കടപ്പാടുകളുണ്ട്, കേവല നിയമങ്ങളല്ല, അതൊരു ദീനാണ്.
നമ്മളെ ദീൻ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് സൃഷ്ടിച്ചതിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷണ വിഷയം എന്താണ്? ദീനാണ്. അപ്പൊ നമ്മുടെ കുടുംബ വിഷയത്തിൽ ദീൻ എങ്ങനെയാണ് നമ്മൾ നിലനിർത്തുന്നത്, പരസ്പരം ചുമതലകൾ പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അതിന് തക്കവണ്ണമുള്ള അറിവും പക്വതയും അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു ഫഊസികും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ തുടങ്ങി വെച്ചത് ഭർത്താക്കന്മാരിൽ നിന്ന് ഭാര്യമാർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ എന്തൊക്കെ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 1-2 കാര്യങ്ങൾ കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം, ബാക്കി നമുക്ക് പിന്നീട് പറയാം. ഒന്ന്, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. പുരുഷൻ സ്ത്രീകളുടെ മേൽ കൈകാര്യകർത്തൃത്വമുള്ളവനാണ്. ഇത് പുരുഷനും പഠിക്കണം, സ്ത്രീയും പഠിക്കണം. കാരണം കുടുംബത്തിനൊരു നാഥൻ ഉണ്ടാകണം, ഒരു ഡ്രൈവർ. അത് നേരെ നിൽക്കാൻ കഴിയുന്നവനും നേരെ നിർത്താൻ കഴിയുന്നവനുമായിരിക്കണം. ഒരു കുടുംബത്തെ നേരെ ചൊവ്വേ നിലനിർത്തുക. നമുക്കതിന് രക്ഷാകർത്തൃത്വം എന്ന് മലയാളത്തിൽ പറയാം. ഏകദേശം ഒരു രക്ഷാകർത്തൃത്വം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനാണ് ഖിവാമത്ത് എന്ന് പറയാം. അയാളാണ് കുടുംബത്തിന്റെ അധികാരി, രക്ഷാധികാരി. ഈ രക്ഷാകർത്തൃത്വം എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യമല്ല, ഭാര്യ അടിച്ചമർത്തലോ അടിമപ്പെടുത്തലോ അല്ല. അങ്ങനെയുള്ള ഒരു അധികാരത്തിനല്ല പറയുന്നത്, മറിച്ച് ഒരു നേതൃത്വമാണ്. കുടുംബത്തിന്റെ ഒരു നേതൃത്വം, അതുപോലെ ഒരു കാര്യസ്ഥത, ഒരു ഉത്തരവാദിത്തം. ഇതാണ് യഥാർത്ഥത്തിൽ ഖിവാമത്ത്. ഒരു പുരുഷൻ ഉത്തരവാദിത്തമുള്ളവനാണ്. എല്ലാവരേക്കാൾ കൂടുതൽ കുടുംബത്തിലെ ഓരോരുത്തരുടെയും ഭാവിയെ സംബന്ധിച്ച് മറുപടി പറയേണ്ടവനാണ് പുരുഷൻ എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രക്ഷാകർത്തൃത്വത്തിൽ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ നൽകാത്ത ഒരു മുൻഗണന പുരുഷന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അള്ളാഹു സ്ത്രീയും പുരുഷനും തമ്മിൽ ഫളിൽ വ്യത്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്, ചെലവിന് നൽകേണ്ട ചുമതല, വബിമാ അൻഫഖു, അവർ ചെലവിന് നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഉത്തരവാദിത്തങ്ങൾ, ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ നേരിടാൻ, അവരുടെ കുടുംബങ്ങൾക്ക് സുരക്ഷിതത്വവും അതേപോലെ തന്നെ സംരക്ഷണവും നൽകാൻ അവരെ പ്രാപ്തരാക്കുന്ന പുരുഷന്മാരുടെ ഉള്ളിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ചില ഗുണങ്ങളാണ് അർരിജാലു ഖവ്വാമൂൻ എന്ന് പറയാനുള്ള കാരണം. പുരുഷന്മാർക്ക് ഒരു കുടുംബത്തിന് സുരക്ഷിതത്വം നൽകേണ്ട ബാധ്യതയുണ്ട്. വീട്ടില് മക്കൾ സമാധാനമായിട്ടിരിക്കുന്നത് വാപ്പ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. ഭാര്യമാർക്കൊരു ആശ്വാസം എന്താണ്? നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, സാമ്പത്തികവും അല്ലാത്തതുമായ ആവശ്യങ്ങൾ എന്റെ ഭർത്താവ് പരിഗണിക്കുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ ആവശ്യങ്ങളിൽ തൃപ്തിയും സന്തോഷവും സംരക്ഷണവും ഉറപ്പുവരുത്തുക എന്നുള്ളത് കൊണ്ട് വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. അല്ലാതെ സ്വേച്ഛാധിപത്യം അനുവദിച്ചതല്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല പെരുമാറ്റമാണ്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ മര്യാദ പ്രകാരം പെരുമാറണം. സ്ത്രീകൾ മര്യാദ അർഹിക്കുന്നുണ്ട്. അവരോട് ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും നിലക്ക് വേലക്കാരോട് പോലും നല്ലായി പെരുമാറണം, അത് വേറെ വിഷയം. പക്ഷെ വേലക്കാരോട് പെരുമാറുന്നതിനേക്കാൾ മോശമായി തന്റെ ഭാര്യയായി പോയി ചെലവിന് കൊടുക്കുന്നുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഭർത്താക്കന്മാരാണ് പലപ്പോഴും ഉള്ളത്. ഇസ്ലാമിക സമൂഹത്തിൽ അത് കുറ്റകരമായ സംഗതിയാണ്. ഇവിടെ ചിലപ്പോൾ അത് പിടിക്കപ്പെട്ടില്ലെങ്കിലും റബ്ബ് വെറുതെ വിടുകയില്ല. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി. എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. ആരുടെ മേൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടോ ആ ഉത്തരവാദിത്തമുള്ളവരെ കുറിച്ച് നാളെ വിചാരണയുണ്ടാകും. എല്ലാവരും മസ്ഊലാണ്, വിചാരണ നേരിടേണ്ടവരാണ് എന്ന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാനസിക ക്ഷേമം കൈവരിക്കുന്ന രൂപത്തിൽ ഭാര്യയുടെ വാത്സല്യത്തിനും കാരുണ്യത്തിനും അവളുടെ സ്വാഭാവികമായ സംതൃപ്തിക്കും ഉള്ള അവകാശത്തെ ഇസ്ലാം ഊന്നിപ്പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഭാര്യമാരുമായി സഹവർത്തിത്വം നടത്താൻ ഭർത്താക്കന്മാർക്ക് ബാധ്യതയുണ്ട്. അതിലാദ്യം ശ്രദ്ധിക്കേണ്ടത് ദീന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. വീട്ടുകാർക്ക് ഉറപ്പുവരുത്തേണ്ടത് ഈ ടേം എക്സാമുകൾക്ക് കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതല്ല. അത് രണ്ടാമത്തെ വിഷയമാണ്. വീട്ടിൽ ആദ്യം ഉറപ്പുവരുത്തേണ്ടത് എന്താ? ക്ലാസ്സിൽ ഫസ്റ്റാണ്, എല്ലാത്തിലും A+ ആണ്. ഇതാണ് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. അല്ല, കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ട്, അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട്, സ്വർഗനരകങ്ങളെ കുറിച്ച് അറിയാം, തൗഹീദ് അറിയാം, നിസ്കരിക്കാൻ അറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് ആദ്യം മതം പഠിപ്പിക്കണം. ധാർമ്മികമായ വ്യതിയാനങ്ങളിൽ നിന്നും ച്യുതികളിൽ നിന്നും അവരെ സംരക്ഷിക്കണം. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം പിതാവിനാണ്, അല്ലെങ്കിൽ ഭർത്താവിനാണ്. ഭർത്താവ് കുടുംബത്തിന്റെ ആദ്യത്തെ അധ്യാപകനും ആത്മീയ നേതാവുമാണ്. ആത്മീയമായി കുടുംബത്തിൽ വികസനമുണ്ടാകണമെങ്കിൽ, ഉയരമുണ്ടാകണമെങ്കിൽ വീട്ടിലെ കുടുംബനാഥനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അയാൾ സുബൈക്ക് പള്ളി പോകാത്തനോ അല്ലെങ്കിൽ ഇരിക്കും,
അയാൾ നിസ്കരിക്കാത്തവനായാൽ എങ്ങനെ ഇരിക്കും? അയാൾ കള്ളുകൂടിയാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് പിതാവായിരിക്കണം കുടുംബത്തിലെ ഒന്നാമത്തെ ഗുരുനാഥൻ, ഒന്നാമത്തെ അധ്യാപകൻ എന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കണം. പുരുഷത്വത്തിന്റെ യഥാർത്ഥ അളവുകോൽ എന്ന് പറയുന്നത് വീട്ടിലെ ദുർബലരായ അംഗങ്ങളോട്, പ്രത്യേകിച്ച് ഭാര്യമാരോടും പെൺമക്കളോടും ദയയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ്. ഒരു കുടുംബനാഥൻ പെൺകുട്ടികളോട് പ്രത്യേകിച്ച് ദയാവായ്പോടുകൂടി പെരുമാറണം. അത് 2 പെൺകുട്ടികളെ നിങ്ങൾ ദീനിൽ തർബിയത്ത് നൽകി വളർത്തിയെടുത്താൽ അവർ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് കവചമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ 3 പെൺകുട്ടികളെ നിങ്ങൾ ദീനിന്റെ മാർഗത്തിൽ വളർത്തിയെടുത്താൽ ആ പെൺകുട്ടികൾ നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് കവചമാണ് എന്ന് പഠിപ്പിച്ചു. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ പുരുഷൻ കൈകാര്യകർത്താവാണ് എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കണം. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ നിരന്തര നിത്യജീവിതത്തിൽ നമ്മുടെ ഭാര്യമാർക്ക് നമ്മിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ എന്തൊക്കെ, അവർക്ക് ചോദിച്ചു വാങ്ങാൻ പാടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് നമ്മോട് നിർബന്ധിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കണം. കുടുംബജീവിതം നടത്തുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിച്ചു പഠിക്കുകയും അത് ദീനിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം കുടുംബങ്ങളിൽ കൊണ്ടുവരികയും ചെയ്യുന്ന റബ്ബിനെ ഭയപ്പെടുന്ന മുഹ്സിനുകളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരങ്ങൾ, പണ്ഡിതന്മാർ എല്ലാവർക്കും അള്ളാഹു തൗഹീദിൽ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾ, ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി വിഷമിക്കുന്നവർ, അള്ളാഹു പൂർണ്ണമായ ശിഫ എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واخر دعوانا ان الحمد لله رب العالمين.